നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ വിമാന നിരക്കുകൾ നിരീക്ഷിക്കാൻ വ്യോമയാന മന്ത്രാലയം. ടിക്കറ്റ് നിരക്ക് കൊള്ള തടയും. ന്യായമായ നിരക്ക് ഈടാക്കാൻ വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം. ദീപാവലിയോടനുബന്ധിച്ച് സർവീസുകൾ വർദ്ധിപ്പിക്കും. ഗാസയിൽ സമാധാന ശ്രമങ്ങൾക്ക് സഹായിച്ച എല്ലാ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനായി എല്ലാവരും ഒന്നിച്ചു. ബന്ദികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കുക ലക്ഷ്യമെന്നും എല്ലാവരോടും നീതിപൂർവ്വം പെരുമാറുമെന്നും ട്രംപ്. ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെ നടപടികൾ കർശനമാക്കി UAE. 1 വർഷം തടവും 2.5 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴ. ഓൺലൈൻ വഴിയുള്ള വ്യാജ പ്രചരണത്തിനും കർശന നടപടികളെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ കഫ് സിറപ്പ് വിൽക്കരുതെന്ന് നിർദ്ദേശം. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്നും ഡ്രഗ്സ് കൺട്രോളർ. നിർദ്ദേശം കോൾഡ്രിഫ് ഉൾപ്പെടെയുള്ള കഫ് സിറപ്പുകൾ കഴിച്ച കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്രം. മധ്യപ്രദേശിൽ ചുമമരുന്ന് കുറിച്ച ഡോക്ടർ അറസ്റ്റിൽ. ലഡാക്ക് ചർച്ചയ്ക്ക് സംഘടനകളെ അനുനയിപ്പിക്കാൻ വീണ്ടും കേന്ദ്ര നീക്കം. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് സംഘടനകൾ. വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് സോനം വാങ്ചുക്. സോനത്തിന്റെ ഭാര്യ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ദീപാവലി സീസണിന് മുന്നോടിയായി ടിക്കറ്റ് നിരക്കിലെ കുത്തനെയുള്ള വർധനവ് തടയാൻ ഇടപെടലുമായി DGCA രംഗത്ത് വരുന്നു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ 1700ഓളം അധിക സർവീസുകൾ ആരംഭിക്കും. ഉത്സവ കാലയളവിൽ യാത്രക്കാർക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്കിൻ്റെ ഭാരം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വിമാന കമ്പനികളുമായി ചർച്ച നടത്തിയെന്നും ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ DGCA അറിയിച്ചു. യാത്രക്കാരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത കണക്കിലെടുത്ത് കൂടുതൽ സർവീസുകൾ നടത്താനും ടിക്കറ്റ് നിരക്ക് ന്യായമായി നിലനിർത്താനും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. യാത്രക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി വിമാന നിരക്കുകളിലടക്കം കർശനമായ മേൽനോട്ടം വഹിക്കുമെന്നും DGCA വ്യക്തമാക്കി. ഹമാസിന് മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ തീരുമാനം വൈകുന്നത് പൊറുക്കാനാവില്ലെന്ന് ട്രംപ് പറഞ്ഞു. സമാധാന കരാർ അംഗീകരിക്കണമെന്നാണ് ട്രംപിൻ്റെ അന്ത്യശാസനം. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ട്രംപിന്റെ 20-ദിന സമാധാന കരാർ പദ്ധതിക്ക് ഹമാസ് ഭാഗികമായി സമ്മതം അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പദ്ധതി അംഗീകരിക്കാത്ത പക്ഷം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഹമാസിന്റെ ഈ തീരുമാനത്തെ ട്രംപ് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഹമാസിന്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാവാതെ വന്നുവെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിരീക്ഷണം. പൂർണ്ണമായും നിരായുധീകരിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടെന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറാനും ഹമാസ് സമ്മതിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റ് ഉപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നു. മേഖലയിൽ വെടിനിർത്തൽ വൈകരുതെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് ഇസ്രയേൽ സമാധാന ചർച്ചകൾ തുടരും. ചർച്ചകൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിലാണ് നടക്കുക. അതേസമയം ഹമാസ് ഭാഗികമായി സമാധാന കരാറിന് സന്നദ്ധത പ്രകടിപ്പിച്ച വേളയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഗാസ സമാധാന ശ്രമങ്ങൾക്ക് സഹായിച്ച എല്ലാ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി ആളുകൾ കഠിനമായി പോരാടി. ഇതൊരു വലിയ ദിവസമാണ്. കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നും നമുക്ക് കാണാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ട്രംപ് തുടർന്ന് പറഞ്ഞു. ബന്ദികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനായി എല്ലാവരും ഒന്നിച്ചു. എല്ലാവരോടും താൻ നീതിപൂർവ്വം പെരുമാറുമെന്നും ട്രംപ് പറഞ്ഞു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 22-ന് മുമ്പായി നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പ് കൂടുതൽ സുഗമമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 17 പുതിയ പദ്ധതികൾ നടപ്പിലാക്കി. ഈ പദ്ധതികൾ ഇന്ത്യയിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലും നടപ്പിലാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അറിയിച്ചു.
രാജ്യത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൃത്യസമയത്ത് പൂർത്തിയാക്കും. ബീഹാറിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 1200 വോട്ടർമാരെ മാത്രമേ അനുവദിക്കൂ. ബൂത്ത് തല ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനാണ് ഗ്യാനേഷ് കുമാർ ബീഹാറിലെത്തിയത്. बिहार के 243 हर विधानसभा में एक ईआरओ होता है और उन्होंने मिलकर बीएलओस के साथ मिलकर 243 ईआरओस 90,217 बीएलओस ने मिलकर काफी वर्षों के बाद, लगभग 22 वर्षों के बाद मतदाता सूची के शुद्धिकरण का പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറത്ത് ഫോണുകൾ സൂക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കും. ഉയർന്ന കെട്ടിടങ്ങളുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലും സൊസൈറ്റികളിലും കൂടുതൽ ബൂത്തുകൾ സ്ഥാപിക്കും. സ്ഥാനാർത്ഥികൾക്ക് അനൌദ്യോഗിക തിരിച്ചറിയൽ സ്ലിപ്പുകൾ നൽകാനുള്ള ബൂത്തുകൾ സ്ഥാപിക്കാം. ഈ ബൂത്തുകൾ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്ററിനപ്പുറമായിരിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. പുതുക്കിയ കരട് വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിച്ചതിന് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ വോട്ടർ പട്ടികയാണ് ഉപയോഗിക്കുക. ബീഹാറിൽ 17 പുതിയ പദ്ധതികളും വിജയകരമായി നടപ്പിലാക്കി. ചിലത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ചിലത് വോട്ടെണ്ണലിനും ഉപയോഗിക്കും. വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ചുമതല ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കാണ്. ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ ഇആർഒ ഉണ്ട്. 243 ഇആർഒമാരും 90,207 BLOമാരും ചേർന്ന് ഏകദേശം 22 വർഷത്തിനു ശേഷം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ജോലി പൂർത്തിയാക്കിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കരൂർ ദുരന്തത്തിൽ പ്രതികളായ TVK നേതാക്കൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. TVK നേതാക്കളുടെ ജാമ്യാപേക്ഷ തള്ളിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും. TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് വെള്ളിയാഴ്ച മദ്രാസ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് M. ജ്യോതിമാരന്റെ ബെഞ്ച് തള്ളിയത്. ഈ സാഹചര്യത്തിലാണ് TVK നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി കടുത്ത ഭാഷയിലാണ് വിജയിയെയും തമിഴക വെട്രി കഴകം പാർട്ടിയെയും വിമർശിച്ചത്. 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ അട്ടിമറി അടക്കം TVK ഉന്നയിച്ച പശ്ചാത്തലത്തിൽ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ദുരന്തത്തിൽ CBI അന്വേഷണം നിരാകരിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കുന്നതുവരെ നാഷണൽ ഹൈവേകളിലും റോഡുകളിലും ഒരു രാഷ്ട്രീയ പാർട്ടികളും യോഗങ്ങളോ പൊതുസമ്മേളനങ്ങളോ നടത്തരുതെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ലഡാക്ക് ചർച്ചയ്ക്ക് സംഘടനകളെ അനുനയിപ്പിക്കാൻ വീണ്ടും കേന്ദ്ര നീക്കം. വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അതുവരെ ജയിലിൽ തുടരുമെന്ന് സോനം വാങ്ചുക് അറിയിച്ചു. സോനം വാങ്ചുക്കിന്റെ ഭാര്യ നൽകിയ ഹെബിയസ് കോർപ്പസ് ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. അറസ്റ്റിലായ 70 പേരിൽ 30 പേരെ മോചിപ്പിച്ചെന്ന് ലഡാക്ക് ഭരണകൂടം അറിയിച്ചു. ലേ അപ്പെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ഉൾപ്പെടെയുള്ള സംഘടനകളെയാണ് കേന്ദ്രം ചർച്ചയ്ക്ക് വിളിച്ചത്. എന്നാൽ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചകൾക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടനകൾ. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. കേന്ദ്രവുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ നിന്ന് പിന്മാറിയെങ്കിലും സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം തുടരുകയാണ്. അതിനിടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം സൂക്ഷ്മമായി പഠിക്കാനുള്ള തീരുമാനത്തിലാണ് ഡൽഹി പോലീസ്. ലഡാക്കിലെ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് അറിയിച്ചു. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ നൽകിയ ഹേബിയസ് കോർപ്പസ് സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, NV അഞ്ചരിയ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലഡാക്കിൽ നടന്ന പ്രക്ഷോഭത്തിൽ 70 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 30 പേരെ വിട്ടയച്ചതായി ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കോടതി നടപടികൾ അനുസരിച്ച് ബാക്കിയുള്ള 40 പേരെയും മോചിപ്പിക്കുമെന്ന് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിവിധ സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് ഉൾപ്പെടെയുള്ള കഫ് സിറപ്പുകൾ കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സർക്കുലർ പുറത്തിറക്കി ഡ്രഗ്സ് കൺട്രോളർ. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കഫ് സിറപ്പ് വിൽക്കരുതെന്ന് മെഡിക്കൽ സ്റ്റോറുകൾക്കും ഫാർമസിസ്റ്റുകൾക്കും നിർദ്ദേശം നൽകി. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കോ ജലദോഷത്തിനോ ഉള്ള മരുന്നുകൾ നിർദ്ദേശിക്കരുതെന്നും
ഒന്നിലധികം മരുന്നു ചേരുവകൾ ചേർന്നിട്ടുള്ള സംയുക്ത ഫോർമുലേഷനുകൾ ഒഴിവാക്കണമെന്നും മെഡിക്കൽ സ്റ്റോറുകൾക്കും ഫാർമസിസ്റ്റുകൾക്കും നൽകിയ സർക്കുലറിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം പ്രിസ്ക്രിപ്ഷനുകൾ വന്നാൽ മരുന്നുകൾ നൽകേണ്ടതില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം ഫോർമുലേഷനുകൾ സാധാരണഗതിയിൽ നിർദ്ദേശിക്കാറില്ല. എന്നാൽ അതിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്ന പക്ഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കാലയളവിലും ശ്രദ്ധാപൂർവം ഉപയോഗിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. GMB സർട്ടിഫൈഡ് ആയിട്ടുള്ള നിർമ്മാതാക്കളുടെ ഉത്പന്നങ്ങൾ മാത്രമേ വിൽപ്പന നടത്തുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണമെന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മരുന്നുകൾ നൽകിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു. കേരളത്തിനും തമിഴ്നാടിനും പിന്നാലെ ചുമമരുന്നായ കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന തെലങ്കാനയും നിരോധിച്ചു. സിറപ്പിന്റെ SR13 ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സിറപ്പിന്റെ ഉപയോഗം എത്രയും വേഗം അവസാനിപ്പിക്കാനും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രാദേശിക ഡ്രഗ് കൺട്രോൾ അതോറിറ്റികൾക്ക് നൽകാനും സർക്കാർ നിർദ്ദേശിച്ചു. മരുന്ന് വിൽപ്പന അവസാനിപ്പിക്കാൻ മൊത്ത വിപണനക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ആശുപത്രികൾക്കും നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഡോക്ടർ അറസ്റ്റിൽ. മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യവ്യാപക പരിശോധന ആരംഭിച്ചു. കഫ് സിറപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കി. മധ്യപ്രദേശിലെ ചിന്ദ്വാര പരാസി ആശുപത്രിയിലെ ഡോക്ടറാണ് പ്രവീൺ സോണി. കോൾഡ്രിഫ് ചുമമരുന്നാണ് കുട്ടികൾക്ക് നൽകിയത്. ഡോക്ടർക്കെതിരെയും സ്റ്റേഷൻ ഫാർമ എന്ന കമ്പനിക്കെതിരെയും പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. രാജസ്ഥാനിൽ ചുമമരുന്ന് കഴിച്ച ഒരു കുട്ടി കൂടി മരിച്ചിട്ടുണ്ട്. നേരത്തെ 2 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. അതിനിടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യവ്യാപക പരിശോധന ആരംഭിച്ചു. ഓരോ സാമ്പിളുകളിലും ഡൈ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ സാന്നിധ്യമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച ചുമമരുന്നിൽ അനുവദനീയമായതിലും അധികം ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയിരുന്നു. കേരളവും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് കപ്പ് സിറപ്പ് നിരോധിച്ചിട്ടുണ്ട്. ചുമമരുന്നുകൾ കുട്ടികൾക്ക് നൽകുന്നതിൽ രക്ഷിതാക്കളും ആരോഗ്യ പ്രവർത്തകരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള വിഭാഗം അധികൃതർ അറിയിച്ചു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ മിക്ക ചുമരോഗങ്ങളും മരുന്നില്ലാതെ തന്നെ സ്വയം ഭേദമാകുന്നവയാണെന്ന് അധികൃതർ പറഞ്ഞു. അതിനാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചുമമരുന്നുകളുടെ പതിവായ ഉപയോഗം അനാവശ്യവും സുരക്ഷിതമല്ലാത്തതുമാണെന്ന് IAP ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധിയിൽ പകുതി തുകയെങ്കിലും നൽകണമെന്ന വിതരണക്കാർ ബുധനാഴ്ചയ്ക്കകം തുക അടയ്ക്കാത്ത പക്ഷം ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്നും DMEയുമായി നടത്തിയ ചർച്ചയിൽ വിതരണ കമ്പനിക്കാർ അറിയിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും വിവിധ സർക്കാർ ആശുപത്രികളിലുമായി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്തതിൽ 158 കോടി രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. അല്ലാത്തപക്ഷം നാളെ മുതൽ സാധന സാമഗ്രികൾ തിരിച്ചെടുക്കുമെന്നും വിതരണക്കാർ DMEക്ക് കത്തു നൽകിയിരുന്നു. DME വിതരണ കമ്പനിക്കാരുമായി നടത്തിയ ചർച്ചക്കൊടുവിലാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നത് ബുധനാഴ്ച വരെ നീട്ടിയത്. ഇതിനോടകം പകുതി തുകയെങ്കിലും തിരിച്ചടക്കണമെന്നും വിതരണ കമ്പനിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളുടെ കുടിശ്ശിക ഭാഗികമായെങ്കിലും തീർക്കണമെന്നാണ് ആവശ്യം. ഇതുപ്രകാരം 10 കോടി രൂപയെങ്കിലും ഉടൻ നൽകേണ്ടി വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 11 കോടി രൂപയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് 8 കോടി രൂപയുമാണ് നൽകാനുള്ളത്. ഉപകരണ വിതരണത്തിന്റെ കുടിശ്ശിക 150 കോടി കടന്നതോടെ സെപ്റ്റംബർ മുതൽ കമ്പനിക്കാർ സ്റ്റോക്കുകളുടെ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് തുടർച്ചയായ 2ാം ദിവസവും ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. ഹൈക്കോടതിയുടെ അന്വേഷണത്തിലൂടെ എല്ലാം വെളിപ്പെടുമെന്നും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിനായാണ് രാവിലെ 9 മണിയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി നടത്തിയ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചും ചോദ്യം ചെയ്യും. 3 വർഷത്തിനിടെ 30 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തനിക്കെതിരായ ആരോപണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തള്ളി. തന്റെ കൈവശം തന്നുവിട്ടത് ചെമ്പുപാളികൾ ആണെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. സ്വർണം പൂശാൻ ചെലവ് വഹിച്ചത് താനടക്കം 3 പേരാണെന്നും മൊഴി നൽകിയിരുന്നു. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് അന്വേഷണ സംഘം സ്വർണം നഷ്ടപ്പെട്ടതിൽ വ്യക്തത വരുത്തുന്നത്. ഹൈക്കോടതിയുടെ
അന്വേഷണത്തിൽ എല്ലാം തെളിയുമെന്നും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇപ്പോൾ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായ വാസുദേവൻ, അനന്തസുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ഇദ്ദേഹത്തിന് സഹായം ചെയ്തതായി സംശയിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നീളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് UDF. കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല എന്ന് കൺവീനർ അടൂർ പ്രകാശ് കോഴിക്കോട് പറഞ്ഞു. ദേവസ്വം ബോർഡ് സംവിധാനത്തെ അടിമുടി മാറ്റണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് എന്നും വിവാദങ്ങളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. ശബരിമലയുമായി ബന്ധപ്പെട്ട് താൻ മോശമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. താൻ ചുമതലക്കാരനായിരിക്കവേ ശബരിമലയിൽ നിന്നും ഒരു തരി പൊന്നുപോലും പോയിട്ടില്ല, പോകാൻ അനുവദിച്ചിട്ടില്ല. 2019 നവീകരണത്തിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പ് പാളികളാകാം. അതിൽ വ്യക്തത വരുത്തേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നും പത്മകുമാർ പറഞ്ഞു. ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെ നടപടികൾ കർശനമാക്കി UAE. 1 വർഷം തടവും 2.5 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് കുറ്റകൃത്യം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. ഓൺലൈൻ വഴി കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ ഉണ്ടാകും. വ്യാജരേഖകൾ ചമയ്ക്കുക, ആൾമാറാട്ടം നടത്തുക എന്നീ കുറ്റകൃത്യങ്ങൾക്കും സമാന ശിക്ഷ നേരിടേണ്ടി വരും. ഓൺലൈൻ വഴി ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ അവഗണിക്കുക, സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ അധികൃതർ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ശക്തമാക്കി. കുവൈറ്റിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ ശുചിത്വ നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തും. ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വക്താവും പബ്ലിക് റിലേഷൻ ഡയറക്ടറുമായ മുഹമ്മദ് അൽ സിദാൻ ആവശ്യപ്പെട്ടു. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സൗന്ദര്യവും സംരക്ഷിക്കുന്നതിനായി നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉറപ്പാക്കാനാണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. കുവൈറ്റിൽ നിന്നും ഈ വർഷം ജനുവരി 1 മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വിവിധ രാജ്യക്കാരായ 28,984 പ്രവാസികളെ നാട് കടത്തി. ഇവരിൽ ഭൂരിഭാഗവും താമസ നിയമ ലംഘകരും ഒളിച്ചോട്ട കേസുകളിൽ ഉൾപ്പെട്ടവരുമാണെന്നും പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഇതിനു പുറമെ യാചകർ, പൊതു താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവർ, ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തവർ, നിയമവിരുദ്ധ കുടിയേറ്റക്കാരായി ജോലി ചെയ്യുന്നവർ, സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ എന്നിവരും ഉൾപ്പെടുന്നു. ഇവരെ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള യാത്രാ ടിക്കറ്റ് സ്പോൺസറോ അല്ലെങ്കിൽ യാത്രക്കാരനോ ആണ് നൽകേണ്ടത്. ഇതിൽ പരാജയപ്പെട്ടാൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചെലവിൽ ഇവരെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും പിന്നീട് ഈ തുക സ്പോൺസറിൽ നിന്നും ഈടാക്കുകയും ചെയ്യും. UAEയിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും ക്രോ UAEയും സംയുക്തമായി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഉപഭോക്തൃ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി നടത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുന്ന UAEയിലെ ആദ്യത്തെ എക്സ്ചേഞ്ച് സ്ഥാപനമാണ് ലുലു എക്സ്ചേഞ്ച്. 500-ലധികം പ്രൊഫഷണലുകൾ പരിപാടിയിൽ പങ്കെടുത്തു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള പുതിയ നിയമങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നതായിരുന്നു പരിപാടിയുടെ സുപ്രധാന ലക്ഷ്യം. പാനൽ ചർച്ച, ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ എന്നിവയും പരിപാടിയിൽ സംഘടിപ്പിച്ചു. ലുലു എക്സ്ചേഞ്ച് UAE CEO തമ്പി സുദർശനൻ, ക്രോ UAE പാർട്ണർ ഡോൺ തോമസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുവൈറ്റിൽ ഇറാനിൽ നിന്നുള്ള യുറാനസ് സ്റ്റാർ കുപ്പിവെള്ളം ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും നിരോധനം. ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അധികൃതരാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സുപ്രീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോർ ഇൻ്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് നിരോധനം. ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ വിപണിയിൽ ഈ ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അവ ഉടനടി പിടിച്ചെടുത്ത് ലബോറട്ടറി പരിശോധനകൾക്കായി അയക്കുവാനും ഇവയുടെ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുവാനും അധികൃതർ ആവശ്യപ്പെട്ടു. പരിശോധന പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ ഈ ഉൽപ്പന്നം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. ഈ കമ്പനിയുടെ കുപ്പിവെള്ളം കയ്യിലുള്ളവർ അവ കഴിക്കരുതെന്നും അവ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വിൽപ്പനാ കേന്ദ്രങ്ങളിലേക്ക് തിരികെ നൽകുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. സൗദി അന്താരാഷ്ട്ര ഫാൽക്കൺസ് പ്രദർശനം 2025 ഫാൽക്കൺസ് ക്ലബ്ബുമായി സഹകരിച്ച് പാസ്പോർട്ട് വകുപ്പ് പ്രത്യേക മുദ്ര പുറത്തിറക്കി. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദമാമിലെ കിങ്
ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലും കിഴക്കൻ പ്രവിശ്യയിലെ ലാൻഡ് പോർട്ടുകളിലും എത്തുന്ന യാത്രക്കാർക്ക് ഈ സ്റ്റാമ്പ് അവരുടെ പാസ്പോർട്ടിൽ പതിയും. 2025 ഒക്ടോബർ 2 മുതൽ 11 വരെ റിയാദിൻ്റെ വടക്ക് ഭാഗത്തുള്ള മൽഹാമിലെ സൗദി ഫാൽക്കൺസ് ക്ലബ്ബ് ആസ്ഥാനത്ത് നടക്കുന്ന പ്രദർശനത്തിനൊപ്പമാണ് ഈ മുദ്രയുടെ പ്രകാശനം നടന്നത്. ലോകമെമ്പാടുമുള്ള 45-ലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 1300 പ്രദർശകരും ബ്രാൻഡുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വേൾഡ് മലയാളി ഫെഡറേഷൻ ജിദ്ദ കൗൺസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജിദ്ദയിലെ സഫ വില്ലയിൽ കേരള തനിമയോടെ ഓണാഘോഷം അരങ്ങേറി. ശ്രീ ഉണ്ണി തെക്കേടത്തിൻ്റെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും പുലിക്കളിയുടെയും അകമ്പടിയോടെ മാവേലിയെ എഴുന്നള്ളിച്ചു ആഘോഷമാക്കി. WMF ജിദ്ദ കൗൺസിൽ പ്രസിഡന്റ് മോഹൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. നസീർ ബാബ കുഞ്ഞ് ഓണസന്ദേശം നൽകി. കലാരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച WMFൻ്റെ അംഗങ്ങളായ കലാകാരന്മാരെ വേദിയിൽ ആദരിച്ചു. യൂനിസ് കാട്ടൂർ, സുശീല ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. സമാധാനത്തിൻ്റെ സന്ദേശവുമായി OICC റിയാദ് ഗാന്ധി ജയന്തി ദിനത്തിൽ ബദ്ഹ സബർമതിയിൽ പ്രാർത്ഥനാ സദസ്സും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ഗാന്ധിയുടെ അഹിംസയും സത്യഗ്രഹവുമെന്ന മൂല്യങ്ങൾ ഇന്നും പ്രബലമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ഓർമ്മിപ്പിച്ചു. അദിർ ഷാ റഹ്മാൻ പ്രമേയ അവതരണം നടത്തി. ഭാരവാഹികളായ നവാസ് വെള്ളിമാട് ഒന്ന്, ഷുക്കൂർ ആലുവ, ആമീർ പട്ടണത്ത്, റഹ്മാൻ മുനമ്പത്ത്, സന്തോഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. കാണാമറയത്ത് തന്നെ 25 കോടി ഓണം ബമ്പർ ജേതാവ്. കൊച്ചി നെട്ടൂരിലെ ഒരു വനിതയ്ക്കാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ഭാഗ്യശാലിയെ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഓണം ബമ്പർ ജേതാവ് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ ഇനിയും മാറിയിട്ടില്ല. നെട്ടൂരിൽ തന്നെയുള്ള ഒരു വനിതയ്ക്കാണ് സമ്മാനം അടിച്ചിരിക്കുന്നതെന്നാണ് നിഗമനം. ഇവർ ലോട്ടറി ഏജന്റായ ലതീഷിന്റെ സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നെട്ടൂരിലെ ഈ സ്ത്രീ എടുത്ത 2 ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഒന്നാം സമ്മാനം എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇവർ മാധ്യമങ്ങളെ കാണുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയോടെ തീരുമാനം മാറ്റി. അവർ വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവരെന്താന്ന് വെച്ചാൽ നാളെ മറ്റന്നാളായിട്ട് അവർ ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം. അത്രേ കാര്യമുണ്ട്. ടിക്കറ്റും കാണിച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ അടിച്ച ആൾക്കാരുടെ വീട്ടിലുള്ള ദുരിതങ്ങൾ ഭയങ്കരമാണ്. അവരിതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് അവരാകെ പേടിച്ചിരിക്കണേ. അടുത്ത കാലത്തായി ബമ്പർ സമ്മാനങ്ങൾ അടിക്കുന്നവർ പൊതുജനങ്ങൾക്ക് മുൻപിൽ വരാൻ താല്പര്യപ്പെടാറില്ല. ലോട്ടറി ബാങ്കിൽ ഹാജരാക്കിയ ശേഷം ഒരുപക്ഷെ ഓണം ബമ്പർ ഭാഗ്യശാലി മാധ്യമങ്ങളെ കണ്ടേക്കും. അമൃത ന്യൂസ്, കൊച്ചി. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം E. സന്തോഷ് കുമാറിന്. തപോമിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒക്ടോബർ 27-ന് അവാർഡ് സമ്മാനിക്കും. അഭയാർത്ഥി പലായന പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന നോവലാണ് തപോമയുടെ അച്ഛൻ. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. TD രാമകൃഷ്ണൻ, ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. ജഡ്ജിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ പെരുമ്പടവും ശ്രീധരനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. E. സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ അവാർഡിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. പുരസ്കാര നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും പുരസ്കാരങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനവും ഉത്തരവാദിത്തവുമാണെന്നും E. സന്തോഷ് കുമാർ പറഞ്ഞു. വലിയ കൃതികൾക്കും വലിയ എഴുത്തുകാർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരം നമ്മെ തേടി വരുമ്പോൾ നമ്മുടെ എഴുത്തിലുള്ള ഒരു ശ്രദ്ധ കൂട്ടേണ്ടതുണ്ടെന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതൊരു വെല്ലുവിളിയുമുണ്ട്. അപ്പോൾ സന്തോഷവും വെല്ലുവിളിയും നിറഞ്ഞാണ് ഈ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത്. 2006-ൽ ചാവുകളി എന്ന ചെറുകഥാ സമാഹാരത്തിനും 2012-ൽ അന്ധകാരനഴി എന്ന നോവലിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ E. സന്തോഷ് കുമാർ നേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാർക്ക് ക്ലീൻ ചീറ്റ് നൽകി അന്വേഷണ റിപ്പോർട്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയെന്നാണ് DMO നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. സെപ്റ്റംബർ 30-ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈയിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം റിപ്പോർട്ട് ആരോഗ്യയെ സംരക്ഷിക്കാനാണെന്നും നീതി കിട്ടും വരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ മാതാവ് പ്രസീത പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണമാണ് പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരി വിനോദിനിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നാണ് കുടുംബത്തിന്റെ പരാതി.
തുടർന്ന് പരാതി അന്വേഷിക്കാൻ പാലക്കാട് DMO 2 ഡോക്ടർമാരെ നിയോഗിക്കുകയായിരുന്നു. ഇവർ നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നുവെന്നും സെപ്റ്റംബർ 30-ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈയിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡ്യൂട്ടി ഡോക്ടറുടെയും വകുപ്പ് മേധാവിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ ഒടിഞ്ഞ കൈയിൽ ചോരയൊലിച്ചുള്ള മുറിവുകളോടെയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് രക്ഷിതാക്കൾ പറയുമ്പോൾ അത്തരമൊരു മുറിവിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് ആരെയൊക്കെ സംരക്ഷിക്കാനാണെന്നും നീതി കിട്ടുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു. ഞാൻ ആക്കുമ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയണു പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, എല്ല് 2 പൊട്ടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വരും. എൻ്റെ മകൾക്ക് നീതി വേണം. എൻ്റെ മകൾക്ക് എന്നല്ല, ഇപ്പം നാളെ ആരാണെങ്കിലും പോയാൽ അവർക്കൊരു നീതി വേണ്ടേ? കാരണം ഇന്ന് സംഭവിച്ച നാളെ വേറെ ഏതെങ്കിലും കുട്ടിക്ക് സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? സെപ്റ്റംബർ 24-ന് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് പരിക്കേറ്റത്. അന്ന് തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു. ഇതിനുശേഷവും കുട്ടിക്ക് വേദനയുണ്ടെന്ന് അറിയിച്ചപ്പോൾ 5 ദിവസം കഴിഞ്ഞ് വരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്ന് കുടുംബം പറയുന്നു. 5 ദിവസത്തിന് ശേഷം പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ രക്തയോട്ടം നിലച്ച് അഴുകിയ നിലയിലായിരുന്നു. കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം കുട്ടിയുടെ ചികിത്സയ്ക്കായി സഹായം നൽകണമെന്നും ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.